فأغشيناهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون وسواء عليهم أنذرتهم അങ്ങ് താക്കീത് ചെയ്താലും അം ലം തുൻദിറുഹും അവർക്ക് അങ്ങ് താക്കീത് ചെയ്തില്ലെങ്കിലും സമമാണ് നബിയേ, സമമാണ്. അവർക്ക് മുന്നറിയിപ്പ് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും അവർ വിശ്വസിക്കുകയേ ഇല്ല, അവർ വിശ്വസിക്കാത്തവരാണ്. താക്കീത് ചെയ്താലും ചെയ്തില്ലെങ്കിലും വിശ്വസിക്കാത്തവരാണ്. ഈ അഗ്ലാലൻ എന്ന് പറഞ്ഞ വിഷയത്തിലൊക്കെ ചില ചരിത്ര സംഭവങ്ങളൊക്കെ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇതുമായി ബന്ധപ്പെട്ട ഒരൊറ്റ വിഷയം, സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിറുഹും ലാ യുഅ്മിനൂൻ. താക്കീത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അവർ വിശ്വസിക്കൂല. അപ്പൊ തൊട്ടു മുമ്പ് പറഞ്ഞ ആശയം എന്തായിരുന്നു? അള്ളാഹു മറവെച്ചു, അള്ളാഹു കണ്ണിനെ മൂടി, അള്ളാഹു അവർക്ക് സത്യം കാണാത്ത അവസ്ഥയിലേക്ക് റബ്ബ് അവരെ ആക്കി കൊടുത്തു. അപ്പൊ അത് മാത്രം ആലോചിക്കുമ്പോൾ ഒരാൾ പറയും, പടച്ചോനെ ഞാനിപ്പോ നന്നാവണം എന്നൊക്കെ വിചാരിച്ചിട്ടും കാര്യമില്ലല്ലോ, എന്റെ കണ്ണൊക്കെ അള്ളാഹു മൂടി വെച്ചപ്പോ എങ്ങനെ ഞാൻ സത്യം കാണുക? അപ്പൊ ഞാൻ മജ്ബൂർ, എന്നെ അള്ളാഹു ഇങ്ങനെ ആക്കിയതാണല്ലോ. ഈ ആശയൊക്കെ തെറ്റാണ്. ഇന്നെ അള്ളാഹു ഇങ്ങനെ ആക്കിയല്ലോ എന്നൊക്കെ തോന്നും. അങ്ങനെയാണ് ഖദരിയ എന്ന് പറഞ്ഞൊരു വിഭാഗം ഇസ്ലാമിക ലോകത്ത് കടന്നു വന്നത്. അവരുടെ പേരെന്നെ ഖദരികളെന്ന്. ഖദർ, അള്ളാഹു കണക്കാക്കിയില്ലേ ഞാൻ നന്നാവാണ്ടെന്ന്, പിന്നെ എങ്ങനെ ഞാൻ നന്നാവുക? അല്ലെ, എന്നെ തലണ്ട അമ്മാവ ഞാൻ നന്നാവൂല എന്ന് പറഞ്ഞ പോലെ അള്ളാഹു നന്നാക്കണ്ടെന്ന് വിചാരിച്ചില്ലേ, പിന്നെ എന്തിനാ ഞാൻ എന്ത് കഷ്ടപ്പെട്ടു? അങ്ങനെയല്ല, അള്ളാഹു നിങ്ങളാക്കിയതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ജീവിച്ചിരിക്കുന്ന കാലത്ത് അന്ന് അവിടുത്തെ ഒരു ഖദരി വിശ്വാസക്കാരുണ്ട്. ഗൈലാനുൽ ഖദരി എന്നയുടെ പേരെന്നെ അങ്ങനെയാണ്. ഗൈലാൻ മൂപ്പരാണ് ഇതിന്റെ ആശയക്കാരൻ. ഖദരി വിശ്വാസക്കാർ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളെ പഴപ്പിക്കുകയാണ്, അപ്പൊ നമ്മൾ പഴക്കാണ്. മഅദല്ലാഹ്, അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആളെ വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ഗൈലാനുൽ ഖദരി അങ്ങോട്ട് ഹാജരാക്കണം എന്ന് പറഞ്ഞു അവരുടെ കോർട്ടിലേക്ക്. ഇപ്പോ ബഹുമാനപ്പെട്ടവരെ ചോദിച്ചു, യാ ഗൈലാൻ ബലഗനി അന്നക തതകല്ലമു ബിൽ ഖദർ, നിങ്ങൾ അല്ലാഹുവിന്റെ ഖദറിനെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തത് പറയുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഗൈലാൻ. എന്താണ്, ശരിയാണോ എന്ന് ചോദിച്ചു. യക്ദിബൂന അലയ്യ യാ അമീറുൽ മുഅ്മിനീൻ, പച്ച നോണയാണ് മനുഷ്യന്മാർ പറയുന്നത്, ഞാൻ അങ്ങനെയൊന്നും പറയാറില്ല. പിന്നെ അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ കണ്ടോ അല്ലാഹുവിന്റെ ഒരു വചനം, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. സൂറത്തുൽ ഇൻസാൻ ഓതി കൊടുക്കാൻ. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. എനിക്ക് ആ വിശ്വാസമൊന്നും ഇല്ലട്ടോ, ഞാൻ പറഞ്ഞിരട്ടെ ഉണ്ട് എന്ന് പറയണ അദ്ദേഹം തന്നെ. അള്ളാഹ് പറഞ്ഞില്ലേ, ഇന്നാ ഖലഖനൽ ഇൻസാൻ, മനുഷ്യനെ നാം പടച്ചത് മിൻ നുത്ഫത്തിൻ അംശാജിൻ, കൂടിക്കലർന്ന ഒരു നുത്ഫയിൽ നിന്നാണ്. സൈഗോട്സ്, പുരുഷന്റെ സ്പേമും സ്ത്രീയുടെ എഗ്ഗും കൂടിച്ചേരുമുണ്ടാകുന്ന സൈഗോട്ട്, അതിനാണ് നുത്ഫത്തിൻ അംശാജ് എന്ന് അറബി പറയാം. നോക്കണം, ആ സയന്റിഫിക് ടേം അള്ളാഹു ഉപയോഗിക്കുകയാണ്. അതിൽ നാം മനുഷ്യരെ പടച്ചത് എന്തിന്? നബ്തലീഹി, മനുഷ്യനെ പരീക്ഷിക്കാനാണ്. ഇത്രയും ബുദ്ധിയുള്ള ഒരു ജീവി ലോകത്ത് വേറല്ല. അവൻ നല്ല നിലക്ക് വരുമോ, അവൻ എന്നെ മനസ്സിലാക്കുന്നുവോ, അവൻ എന്തിന് ജീവിക്കുന്നു എന്ന അവന്റെ ലക്ഷ്യം മനസ്സിലാക്കുവോ ഇല്ലയോ, ഇത് പരീക്ഷിക്കാനാണ് ഞാൻ പടച്ചത്. ഫജഅൽനാഹു സമീഅൻ ബസീറാ, കേൾക്കാനുള്ള കാതുകൾ ഞാൻ അവന് കൊടുത്തു, സത്യം കേൾക്കാൻ. സത്യം കാണാനുള്ള കണ്ണുകളും ഞാൻ കൊടുത്തു. ഇന്നാ ഹദൈനാഹു സബീല, അവന് രണ്ട് മാർഗത്തിലേക്ക് ഞാൻ അവനെ വഴി നടത്തി. അല്ലാഹു പറയാ, ഇമ്മാ ശാകിറൻ, ഒന്നുകിൽ നന്ദി ചെയ്യുന്ന വഴിയാണത്, വ ഇമ്മാ കഫൂറാ, ഒന്നുകിൽ നന്ദി ചെയ്യാത്ത വഴി. പറഞ്ഞെന്താ വെച്ചാല്, അമീർ മുഅ്മിനീൻ നിങ്ങൾ കേട്ടപ്പോടെ അള്ളാഹ് പറയണത്, അള്ളാഹ് ഒന്നുകിൽ ഇങ്ങനെ ഒന്നുകിൽ ഇങ്ങനെയാക്കി. അതിനർത്ഥം നമ്മളൊക്കെ ഏതോ ഒരു വഴിക്ക് വന്ന് പെട്ടിട്ടുണ്ട് എന്നല്ലേ. ആദ്യം ഇവർ പറഞ്ഞു, ആക്കെ നിങ്ങൾ ഒറ്റ നുണ പറയാം എന്നെ പറ്റി, ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു
വലിയ മഹാനും പണ്ഡിതനല്ലേ, ഖലീഫയ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ പേരക്കുട്ടിയാണ്. ഇഖ്റാ യാ ഗൈലാൻ, ഇഖ്റാ യാ ഗൈലാൻ. ഓതി കൂടി, ഓതി സൂറത്തുൽ ഇൻസാൻ തന്നെ ഓതി, ബാക്കി ഓതി കൂടി, ഓതി ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീലാ, ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീലാ. ആർക്ക് വേണോ, ആർക്കാണോ റബ്ബിനെ വേണ്ടത്, അവർ അല്ലാഹുവിലേക്കുള്ള വഴിയിലേക്ക് പ്രവേശിക്കട്ടെ. ആർക്കാ വേണ്ടത് ഓൽ അല്ലാഹുവിന്റെ വഴിക്ക് വന്നോട്ടെ. നിർത്തല്ലേ, ഓതിക്കൂടി, ബാക്കി ഓതിക്കോളൂ. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അല്ലാഹുവിന്റെ വഴിയിലേക്ക് വരണം എന്ന നമ്മുടെ തീരുമാനത്തിൽ അല്ലാഹുവിന്റെ മശീഅത്ത് കൂടെ ഇടപെടുന്നുണ്ട്. നമ്മൾ അല്ലാഹുവിലേക്ക് വരണം എന്ന തീരുമാനം, ആ തീരുമാനത്തിൽ അല്ലാഹുവിന്റെ ഖദറും കൂടെ ഇടപെടുന്നുണ്ട്. പക്ഷെ അതിന്റെ മുമ്പ് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് വേണോ, ഇങ്ങോട്ട് പോരെ. അപ്പൊ നമുക്കായിട്ട് തോന്നുമ്പോ, നമ്മൾ വേണമെന്ന് വിചാരിക്കുമ്പോൾ അള്ളാഹു സന്മാർഗത്തിലേക്ക് എത്തിക്കുകയാണ്. പക്ഷേ റബ്ബിന്റെ ഖദർ അവിടെ ഇടപെടുന്നുമുണ്ട്. ഇങ്ങനെയാണ് വിഷയത്തെ മനസ്സിലാക്കേണ്ടത്. ഗൈലാൻ എന്നല്ലാതെ അള്ളാഹു കൊണ്ട് ആക്കി നമ്മളങ്ങ് പോയി, അല്ലല്ല, നിങ്ങൾക്ക് വേണോ ഞാൻ ആക്കി തരാം, അങ്ങനെയല്ലേ റബ്ബ് പറഞ്ഞത്. അപ്പൊ ഗൈലാൻ പറഞ്ഞു, വല്ലാഹി യാ അമീറുൽ മുഅ്മിനീൻ, ഞാൻ പറയട്ടെ, ഇൻ ശഅർതു അന്ന ഹാദാ ഫീ കിതാബില്ലാഹി ഖദ്, ഇങ്ങനെ ഒരു ആയത്തുള്ളത് ഞാൻ ഓർക്കണേ ഇല്ല. പടച്ചോനെ, ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ വിചാരിച്ചത് തെറ്റാണല്ലോ. ഇപ്പൊ എന്താ ഈ ഒരായത്തന്നെ ഒരുമിച്ച് കൂടുമ്പോഴേ, നമ്മുടെ നാട്ടിലെ കുറേ പ്രശ്നങ്ങൾ അങ്ങനെയാണല്ലോ. അങ്ങനെ ശിർക്കും കുഫ്റും എന്നൊക്കെ ഒന്നുമ്പോൾ തന്നെ അതിൻ്റെ അപ്പുറപ്പുറക്കെ പറഞ്ഞ് എന്തെല്ലാം വിഷയങ്ങളുണ്ടാവും. ഇതൊന്നും കൂട്ടി യോജിപ്പിക്കാതെ മനുഷ്യന്മാരെ കൊണ്ട് കെട്ടിപ്പറഞ്ഞ ആശയത്തോടെ അള്ളാഹ് പറഞ്ഞ കിതാബല്ലേ. ഒരു സഹോദരൻ, ഉസ്താദെ, ഞാനൊരു ഏതോ ഒരു മൗലവിന്റെ വാദം കേട്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന പരിപാടിയൊക്കെ മൊത്തം ഹറാമാന്ന് കേട്ട് ഞാനിപ്പോൾ ഇടങ്ങാറായി കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യുക? ഭയങ്കരമായിട്ടൊരു ചോദിച്ചു, എന്തൊക്കെയാണ് നിങ്ങൾ കേട്ടതെന്ന് ചോദിച്ചു. ഉസ്താദെ, ഞാൻ എല്ലാം കേൾക്കാറുണ്ട്, അതാ അപ്പം എൻ്റെ കുഴപ്പം. അപ്പോൾ നിങ്ങൾ കേൾക്കേണ്ടത് എന്താണെന്ന് ആദ്യം തീരുമാനിക്കും. ഒരു വിഷയം അറിഞ്ഞിട്ടല്ലേ നമ്മൾ നമുക്ക് വിചാരിക്കും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ, നമ്മളൊന്ന് കേട്ടു നോക്കാം, നമുക്കൊന്ന് തീരുമാനിക്കാമല്ലോ. സംഗതിയൊക്കെ ശരിയാണ്, എന്താണ് നമ്മുടെ അഖീദ എന്ന് ബോധ്യപ്പെട്ടിട്ട് നമ്മൾ ചെയ്തേക്ക് എന്നല്ലാതെ നമ്മുടെ അടിസ്ഥാനം ബേസിക് ശരിയാവാതെ വെച്ചാൽ നമ്മൾ ആകെ കൺഫ്യൂസ് ആയി പോകും. എന്താണ് ഇപ്പൊ, എവിടെ അപ്പൊ ശരിയെന്ന് ഭയങ്കര കൺഫ്യൂഷൻ വരും. സ്വാഭാവികമാണ്, ആരായാലും നമ്മളായാലും വരും. അതുകൊണ്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അന്നൊരിക്കൽ അള്ളാഹിന്റെ റസൂലിന്റെ അടുത്തേക്ക് വന്നപ്പോൾ, നബിയെ, ഒരു ജൂത പണ്ഡിതൻ തന്ന നബിയെ, ഓല കിതാബിലെ കുറച്ച് തത്വജ്ഞാനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് തന്നതാ, ഒരു പേജേറ്റ് വന്നതാ. തങ്ങളുടെ മുഖം കൊണ്ട് ചമന്നു. മക്കയിലാ സംഭവം. യാ ഉമർ, അള്ളാഹുവിന്റെ കിതാബ് നിങ്ങൾക്ക് പോരെ എന്ന് ചോദിച്ചു. മതി നബിയെ, മതി നബിയെ, മതി മതി, എനിക്ക് വേണ്ട. തുടക്കത്തിൽ നബി തങ്ങൾ സമ്മതിച്ചില്ല. നിങ്ങൾ അത് വായിക്കണ്ട, ചെറിയ കുട്ടികളൊക്കെ ബൈബിൾ ഒന്ന് വായിച്ചു നോക്കുക, എന്താ ഞാൻ പഠിക്കട്ടെ, കുറച്ച് കഴിയട്ടെ. നബി തങ്ങൾ നിരുത്സാഹപ്പെടുത്തി. അതേ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പിന്നീട് ജൂതന്മാരായ പണ്ഡിതന്മാരുമായി പല വിഷയങ്ങളും ചോദിച്ച് ചർച്ച ചെയ്ത് പഠിച്ചിട്ടുണ്ട്, പഠിക്കാൻ വേണ്ടി. എന്തേ? അടിസ്ഥാനം ലെവലായി, ഫൗണ്ടേഷൻ ക്ലിയറാ. പിന്നെ ചെയ്തേക്ക്. ആദ്യ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടില്ല. അപ്പോ ഏതൊരു വിഷയവും അങ്ങനെയാ. ഖുർആൻ ഈ സൂറത്ത് യാസീൻ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു ഈ ഗൈലാനുൽ ഖദരിയോട് ഒന്നുകൂടി പിന്നെയും പറഞ്ഞു, യാ ഗൈലാൻ ഇഖ്റ അവ്വല സൂറത്ത് യാസീൻ, യാസീന്റെ ആദ്യ ഭാഗം ഓതിയാട്ടെ എന്ന് പറഞ്ഞു. ഓതി. വസവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. അവർക്ക് താക്കീത് ചെയ്താലും താക്കീത് ചെയ്തില്ലെങ്കിലും സമമാണല്ലോ. ഗൈലാൻ പറഞ്ഞു, വല്ലാഹി യാ അമീറുൽ മുഅ്മിനീൻ ലക അന്നി ലം അഖറഅഹാ ഖബ്ല അൽ-യൗം. ഇങ്ങനെ ഒരു ആയത്തുള്ള പോലെ എനിക്ക് ഓർമ്മ തന്നെ വരുന്നില്ല. അപ്പോൾ അല്ലാഹു തആല താക്കീത് ചെയ്യാൻ വേണ്ടി പറഞ്ഞില്ലേ? ഈ താക്കീത് ചെയ്യേണ്ട അർത്ഥം എന്താ? അല്ലാഹു ആദ്യമേ നരകത്തിലേക്കാണെങ്കിൽ പിന്നെ എന്തിനാ താക്കീതിന്റെ ആവശ്യം? അല്ലാഹു വെറും പണി ചെയ്യോ? ഇല്ല, അല്ലാഹു ഹകീമാണ്. ഇപ്പൊ താക്കീത് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ ചില ആളുകൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും അവർക്ക് സമാ നബിയെ, അവരങ്ങ് വിട്ടേക്ക്, അവര് സ്വീകരിക്കൂല. പക്ഷെ താക്കീത് ചെയ്ത് നന്നാക്കണം. ലിതുൻദിറ ഖൗമൻ, താക്കീത് ചെയ്യണം എന്ന് പറഞ്ഞില്ലേ? അല്ലാഹു ആദ്യമായിട്ടൊരു കൂട്ടർ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും തീരുമാനിച്ചെങ്കിൽ ഇത് എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? അപ്പൊ ആ മനസ്സിലാക്കിയത് തെറ്റാണ്. നമ്മളായിട്ട് നന്മ വേണോ തിന്മ വേണോ നമ്മൾ തീരുമാനിച്ചാൽ നന്മയുടെ വഴി നമുക്ക് തുറന്നുതരും, തിന്മയുടെ വഴി തുറന്നുതരും. എപ്പോഴാ തുറന്നേര്? നമ്മൾ തീരുമാനിക്കുമ്പോഴാണ്. നമുക്ക് വേണമെന്ന് തോന്നണം, എനിക്ക് പഠിക്കണം, നന്നാവണം എന്ന് തോന്നണം, അപ്പോഴാണ്. സുബ്ഹാനല്ലാഹ്.
അപ്പോൾ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവോട് ഇയാൾ പറഞ്ഞപ്പോൾ ഞാൻ ശരി ഇനി ഞാൻ തൗബ ചെയ്ത് മടങ്ങുകയാണ് അമീറുൽ മുഅ്മിനീൻ, ഞാൻ എൻ്റെ ആ പഴയ ആശയത്തിലേക്കൊന്നും പോവില്ല. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ ഒരു ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ പടച്ചവനെ ഇൻ കാന സാദിഖൻ, അയാളെ പറഞ്ഞത് ശരിയാണെങ്കിൽ ഫതുബ് അലൈഹി ഫതബ്ബിതു, അയാളുടെ തൗബ സ്വീകരിക്കല്ലാ, പിന്നെ അടിയുറപ്പിച്ച് നിർത്തണേ. ഇയാളെ പറഞ്ഞില്ലേ ഇപ്പൊ ബോധ്യപ്പെട്ടു ഞാൻ ചെയ്യൂല, ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ പടച്ച റബ്ബേ അയാളെ ആ സന്മാർഗത്തിൽ നിലനിർത്ത്, അയാൾക്ക് തൗബയുടെ വാതിൽ തുറന്നു കൊടുക്കും പടച്ചവനെ. വഇൻ കാന കാദിബൻ, ഇനി അവൻ പറഞ്ഞത് നുണയാണെങ്കിൽ, വെറുതെ പറഞ്ഞതാ ഞാൻ പിന്മാറി, അങ്ങനെയാണെങ്കിൽ ഫസല്ലിതു അലൈഹി മൻ ലാ യർഹംഹു, ഒരു കാരുണ്യവും ചെയ്യാത്തൊരു മനുഷ്യനെ ഇവന്റെ മേൽ അധികാരപ്പെടുത്തണം. വജ്അൽഹു ആയത്തൽ ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾക്ക് ഇവനെ കൊണ്ടൊരു പാഠം നീ പഠിപ്പിക്കണം പടച്ചവനെ. ആര് ദുആ ചെയ്തു? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഇത് ഫിത്നയാണ്, സമൂഹത്തിന്റെ അഖീദ ഫിത്നയാക്കുകയാണ്. ഉമർ തങ്ങൾ ഗൗരവമായിട്ട് ദുആ ചെയ്തത്. സത്യസന്ധനാണെങ്കിൽ റബ്ബെ സ്വീകരിക്കുന്നു. അങ്ങനെയാണ് ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കാലത്ത് ഇതേ പ്രസ്ഥാനത്തെ മുമ്പിൽ അന്ന് നടക്കുകയാണ്. ഹിഷാം ഇബ്നു അബ്ദുൽ മലിക്ക് പിടിച്ചു എന്ന് മാത്രമല്ല ഖതഅ യദൈഹി വരിജ്ലൈഹി വസലബ, രണ്ട് കൈയും രണ്ട് കാലും മുറിച്ചിട്ട് സ്വലബഹു, ഒരു ഈത്തപ്പനമെ പിടിച്ചു കെട്ടി ഉപരി. അപ്പൊ ഇബ്നു ഔൻ പറയാ റഹ്മഹുല്ലാഹ്, ഞാൻ അയാളെന്ന് കണ്ടു, ഇങ്ങനെ അലാ ബാബി ഡമസ്കസിന്റെ കവാടത്തിന്റെ അടുത്ത് ഒരു ഈത്തപ്പനെ പിടിച്ച് കെട്ടിയിരിക്കുക. ഈ വക ബിദ്ഈ ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ച ഒരാൾക്ക് നൽകിയ ശിക്ഷ. ഇബ്നു ഔൻ തങ്ങൾ പറഞ്ഞു, ഞാൻ അയാളെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മാ ശഅനുക യാ ഗൈലാൻ, യാ ഗൈലാൻ, എന്തോ ഒരു നല്ല പ്രവർത്തകനായിരുന്നു, എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അസ്വാബതനി ദഅവത്തുർ റജുൽ സ്വാലിഹ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ആ മഹാനായ നല്ല മനുഷ്യന്റെ ഒരു പ്രാർത്ഥന എനിക്ക് ഫലിച്ചു പോയതാണ്. ഞാൻ അന്ന് അദ്ദേഹത്തോട് നുണ പറഞ്ഞതാണ്, ഞാൻ തൗബ ചെയ്ത് മടങ്ങാൻ. അദ്ദേഹം അന്ന് ദുആ ചെയ്തത് കള്ളമാണ് ഇവൻ പറഞ്ഞതെങ്കിൽ ഇവനെ നീ ജനങ്ങൾക്ക് മാതൃകയാക്കണം. ആ പ്രാർത്ഥന എനിക്ക് പറ്റിപ്പോയി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്ന് ഗൈലാൻ അൽ ഖദരി ഇബ്നു ഔൻ തങ്ങളോട് പറയാം. കടക്കുന്ന സമയത്ത് ജീവണ്ടപ്പോഴും ഭയങ്കരമായി ശിക്ഷിക്കപ്പെട്ടു. മഹാനായ ഹിഷാം ഇബ്നു അബ്ദുൽ മലിക് എന്നവർ അദ്ദേഹത്തെ ശിക്ഷിക്കുകയാണ് ഉണ്ടായത്. അപ്പോ വിശ്വാസപരമായ ഒരു അഖീദപരമായ ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്തത്. ഒരു മനുഷ്യനും മുജ്ബറല്ല, നമ്മൾ അള്ളാഹു പിടിച്ച് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ആക്കിയതല്ല. പിന്നെ നമ്മുടെ അമല് കൊണ്ട് നമ്മളായിട്ട് സ്വർഗവും നരകവും നമ്മൾ വരുത്തി വെക്കുകയാണ്. പക്ഷേ എന്താണ് ആയിത്തീരുന്നത് എന്ന് അള്ളാഹുവിനറിയാം. അള്ളാഹു ഫ്യൂച്ചർ അറിയുന്നവനാണ്. അത് റബ്ബ് രേഖപ്പെടുത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും ബേജാറാവേണ്ട, റബ്ബിന്റെ ഇൽമാണത്. പക്ഷേ നമ്മളാണ് നമ്മുടെ നരകവും സ്വർഗവും തീരുമാനിക്കേണ്ടത്. നമ്മുടെ അമലാണ്, നമ്മുടെ ബുദ്ധി. നമുക്ക് അള്ളാഹു കഴിവെന്ന് നീ തീരുമാനിച്ചോ, ഹക്ക് ഏതാണ് ബാത്തിൽ ഏതാണ്. ഹക്കിലേക്ക് കടന്നു അള്ളാഹു എളുപ്പാക്കി തരും, ബാത്തിലേക്ക് കടന്നു ആ വഴി റബ്ബ് എളുപ്പാക്കി തരും. അള്ളാഹു നമുക്ക് ഹക്കിന്റെ മാർഗം എളുപ്പമാക്കി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബ്.